സമയം 12 മണി കഴിഞ്ഞു. ശ്രദ്ധിച്ചോ ജിനു? 12 മണി. നിങ്ങൾ ഫോൺ ചെയ്യുന്ന ടൈം ആയിരിക്കും അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 11 കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ഫോൺ ചെയ്യില്ല. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ജിനു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതൊരു വളരെ ഇമാജിനറി സിറ്റുവേഷൻ ആണ് കേട്ടോ. പല റിലേഷൻഷിപ്പിലും വരാറുണ്ട്. ഇപ്പൊ ചിലർ പ്രണയിക്കാൻ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഫ്രണ്ട്സ് ഇടപെട്ടിട്ട് പറയും, ആ പെണ്ണ് നിനക്ക് പറ്റിയ പെണ്ണല്ല, ശരിയല്ല, അങ്ങനെയൊക്കെ. ഇപ്പൊ ജിനുവിന് അങ്ങനെ ഒരു ഉപദേശം കിട്ടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് കിട്ടിയ ഉപദേശം നേരെ തിരിച്ചാണ്. കാരണം ഞാൻ ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഒബ്രോൺ മാളിൽ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടായിട്ട് പോയി. എന്നിട്ട് അവളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അവളുടെ അമ്മേനെ എന്തോ ഈ അവളോടുള്ള പോലെ തന്നെ ഇഷ്ടം അവളുടെ അമ്മയോടുണ്ടായിരുന്നു. പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ തൊട്ടടുത്ത് അമ്മ അറിഞ്ഞിട്ടില്ല, അമ്മ എൻ്റെ അടുത്തൊന്ന് നിൽക്കുവാണ്. എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരുടെയും കൈ മുട്ടി നിൽക്കുക. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ്. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായ എൻ്റെ ഫ്രണ്ട് അവളെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് ഹായ് എന്ന് പറഞ്ഞു പോയതിന് ശേഷം എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇറ്റ്സ് ദ കറക്റ്റ് പാർട്ട്ണർ എന്നാണ് പറഞ്ഞത്. എനിക്ക് പറ്റിയ ജോഡിയാണ് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, മാച്ച് അല്ലെന്നോ അല്ലെങ്കിൽ ചേരുന്നില്ലെന്നോ അങ്ങനെ ഒന്നും എനിക്ക് ഇതുവരെ എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്കൊരു കാര്യം ടച്ച് ചെയ്തു കേട്ടോ. അവളുടെ അമ്മയെ കണ്ടപ്പോൾ സ്വന്തം അമ്മയോട് തോന്നുന്ന പോലത്തെ ഒരു സ്നേഹം തോന്നി. ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വല്ലാതെ, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അടുത്ത് എന്ന് വെച്ചാൽ ഞാൻ കൈ വെച്ചിരിക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ ആ അമ്മയും കൈ വെച്ചിട്ട് വല്ലാത്തൊരു ഫീലിംഗാണ് നമുക്ക് കിട്ടുക. സ്വന്തം അമ്മ അടുത്ത് നിൽക്കുന്ന പോലെ. സത്യം സത്യം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. പേരൻസിന്റെ സമ്മതം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ചാണ് ഞാനിനി ചോദിക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. You are listening to Kerala's #1 FM, Club FM. ഞാൻ റീനു, എൻ്റെ കൂടെ ജിനു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ദിവസം ഏതാ? ഇപ്പം ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്. സത്യം പറഞ്ഞ് ഞാൻ ഈ ബർത്ത്ഡേ ഒന്നും ഞാൻ ഓർത്തിരിക്കാറില്ല, ഞാൻ മറന്നുപോയി. 3-4 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഓർത്തായിരുന്നു, ബട്ട് ജോലിയുടെ ഒക്കെ തിരക്കിൽ ഞാൻ മറന്നുപോയി. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഒരാൾ പമ്മി ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പെട്ടെന്ന് ഒരാൾ എൻ്റെ ക്യാബിലോട്ട് പമ്മി വന്നിട്ട് ഒരു വലിയൊരു ചോക്ലേറ്റും ഒരു കാഡ്ബറിയും പിന്നെ ഇങ്ങനെ നല്ല രസമുണ്ടായി കാണാനായിട്ട്. ഒരു കുഞ്ഞ് ശയിക്കാനും തന്നിട്ട് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ, അത്രേ പറഞ്ഞുള്ളൂ. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പോൾ അതും ഒരു ബർത്ത്ഡേ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നേ പോയി ആ സംഭവം. അപ്പോൾ ആ ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. മറക്കത്തില്ലാത്തൊരു ദിവസം. അതെ. കുഞ്ഞതാണെങ്കിൽ പോലും നമുക്കത് വളരെ വളരെ വലുതായിട്ട് തോന്നും. നമ്മളങ്ങനെ തിരിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തിരിച്ച് ചെയ്തത് ഇപ്പോൾ അവളാണ് ഇപ്പോൾ പറയണ്ടേ. ഞാൻ എൻ്റെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. എനിക്ക് ഇനി ചോദ്യം ചോദിക്കാനുണ്ട്. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ ജിനു. ഈ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ ഏത് സ്വഭാവം ഇഷ്ടപ്പെടാത്ത ജിനു? അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നമുക്ക് വരത്തില്ലേ? ദേഷ്യം വന്നിട്ട് നമ്മളുടെ ഭാഗം കേൾക്കാൻ ഫസ്റ്റ് ഒന്നും കൂട്ടാക്കൂല, എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ സമ്മതിക്കില്ല. എന്നുവെച്ചാൽ ഞാൻ പറയണ കേൾക്കൂ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് നല്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ ദേഷ്യം മാറിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അവസാനം ഇത് എപ്പോഴെങ്കിലും അവൾ അറിഞ്ഞു കഴിയുമ്പോൾ സോറി ജിനു എന്ന് പറയും. അപ്പോഴാണ് പിന്നെയാണ് എന്താ പറയാ ബോൾ എന്റെ കോർട്ടിലോട്ട് വരുന്നത്. നമ്മൾ ഇരുതിയിൽ അതുവരെ നിൽക്കും. അതെ. അത് കഴിഞ്ഞിട്ട് ഈ ബോൾ എന്താ ചെയ്യാ, ഗോൾ അടിക്കോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ആരാ അപ്പം ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പറയാ? മിക്കപ്പോഴും ഞാൻ തന്നെയായിരിക്കും. അത് കാരണം എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഞാനങ്ങനെ ഈ അടി കൂടുക സംഭവം ഞാൻ നിൽക്കാറില്ല ആരുമായിട്ടും. വില ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ അത് സോൾവ് ചെയ്യാനേ ഞാൻ നോക്കാറുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ അവളെനിക്ക് എന്നോട് സോറി പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു സങ്കടം തോന്നും. അതുകൊണ്ട് അതിന്റെ ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചു എന്ന് മുൻകൂട്ടി അങ്ങോട്ട് പറഞ്ഞ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. ജിനുവിന്റെ ഏത് കാര്യം പുള്ളിക്കാർക്ക് ഇഷ്ടമില്ലാത്ത? ഈ ചില സമയത്ത് എന്താ പറയാ, എനിക്ക് ഈ ചെറിയൊരു മറവിയുടെ ഒക്കെ പ്രശ്നമുണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഇപ്പൊ പറഞ്ഞ കാര്യം പോലും ഞാൻ കുറച്ച് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഡെഡ് പോലെ ആയി പോകും. കാരണം വേറെ പല കാര്യങ്ങളിലും ചിന്ത പോകുന്ന കൊണ്ടായിരിക്കാം അവൾ സമ്മതിക്കില്ല. അത്
അവർക്ക് അതിലൊക്കെ ഭയങ്കര നിർബന്ധമാണ് ചില കാര്യങ്ങളിൽ. മറക്കരുതാത്ത കാര്യങ്ങളുണ്ടല്ലോ ഒരു റിലേഷൻഷിപ്പിൽ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അതിനു വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ എന്റെ മൊബൈലിൽ റിമൈൻഡർ ഒക്കെ ഇട്ട് വെക്കാറുണ്ട്. ചില ആൾക്കാർ ഇത് എന്ത് പറഞ്ഞു ഇതൊക്കെ ഓർക്കാതെ എങ്ങനെയാണ്. ഒന്നും അല്ല, ജീവിതത്തിൽ വേറെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഓർക്കാനായിട്ട്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുന്നതും അതും ഒരു സുഖമാണ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ജിനു. നിങ്ങൾക്ക് പറയണം ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി എൻ്റെ അടുത്ത്. എന്നാൽ ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ വിളിക്കാം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് ഓൺ ക്ലബ് എഫ് എം. ഇത് ലവ് ബൈറ്റ്സ്, ഞാൻ റീനു, എൻ്റെ കൂടെ ജിനു. പ്രണയത്തിലായിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രണയിക്കുന്നവരോടൊരു മെസ്സേജ് പറയാനുണ്ട്. എന്താ? പ്രണയിക്കുമ്പോൾ എന്താ എടുത്ത് ചാടി പ്രണയിക്കരുതെന്നായിരിക്കും എന്നെ. ഇല്ല, എടുത്ത് ചാടി പ്രണയിക്കുന്നല്ല. പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ ശ്രമിക്കുക. ഒരു നേരം പോക്കിനെ വിട്ടിട്ട് നമ്മൾ അങ്ങ് വേണ്ട ആ സ്നേഹം അങ്ങ് കൊടുക്കുക. നമുക്കും തിരിച്ചു കിട്ടും. അല്ലാതെ എന്താ പറയാ, ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാലോ രേണുവിനെ, ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അതെ അതെ അതെ. അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. വെറുതെ അങ്ങ് പ്രണയിക്കുക. ഇപ്പൊ ഒരു മൾട്ടി ടാസ്കിങ് റോളാണ് ഇപ്പോ നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി പ്രണയിക്കുന്ന ആളോട്, ആ ഒരാളോട് മാത്രം നമുക്ക് ജീവിതകാലം മൊത്തം പ്രണയം തോന്നുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രണയിക്കുമ്പോൾ ആ ഒരു നേരത്തെ ഒരാളെ തന്നെ പ്രണയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് തന്നെയാണ് ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ പറയുന്നത്. ഇപ്പോൾ 1 മണിയാവാറായ സ്ഥിതിക്ക് റീനുവിനും ജിനുവിനും ഇവിടുന്ന് പോകാനുള്ള സമയവും കൂടിയായി. ബിഫോർ ഐ ഗോ, ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Good night. Take care.